നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രായേലും. ഇറാന്റെ മിസൈൽ വർഷത്തിൽ ടെല്ലവീവിലും ജെറുസലേമിലും കനത്ത നാശം. ആക്രമണം തുടർന്നാൽ ടെഹ്റാൻ കത്തിയെരിയുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര യാത്രക്കാർക്ക് നിർദ്ദേശങ്ങളുമായി UAE വിദേശകാര്യ മന്ത്രാലയം. വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യാം. വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ മനസ്സിലാക്കണമെന്നും നിർദ്ദേശം. അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനായില്ല. ടേക്ക് ഓഫ് വരെ ഒരു സാങ്കേതിക പ്രശ്നവുമില്ലായിരുന്നുവെന്ന് വ്യോമയാന മന്ത്രാലയം. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. അവശിഷ്ടങ്ങൾക്കിടെ ഇന്ന് ഒരു മൃതദേഹം കണ്ടെത്തി. എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനങ്ങളിൽ കർശന പരിശോധന. ഇടുക്കി പീരുമേട് വനത്തിൽ മരിച്ച സ്ത്രീയുടേത് കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സീതയുടെ ശരീരത്തിൽ ഗുരുതര പരിക്കുകൾ. ഭർത്താവ് ബിനു കസ്റ്റഡിയിൽ. കാട്ടാന ആക്രമിച്ചുവെന്ന ഭർത്താവിന്റെ മൊഴി കള്ളമെന്ന് പോലീസ്. കാത്തിരിപ്പിന് വിരാമം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക്. ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് 5 വിക്കറ്റിന്. ദക്ഷിണാഫ്രിക്ക ICC കിരീടം നേടുന്നത് 27 വർഷത്തിനു ശേഷം. വിശദമായ വാർത്തകളിലേക്ക്. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ അശാന്തം. ഇസ്രായേൽ ഇറാൻ സംഘർഷം കനക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത പ്രഹരമാണ് ഇറാൻ നൽകിയത്. അതേസമയം ഇസ്രായേലിന്റെ പോർവിമാനം വെടിവെച്ചിട്ടതായ ഇറാൻ വാദം ഇസ്രായേൽ തള്ളി. അശാന്തിയുടെ തീ പടർത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനം മികച്ചതാണെന്ന ഇസ്രായേൽ അവകാശവാദം ഒരിക്കൽ കൂടി കാറ്റിൽ പറത്തിയാണ് ഇറാന്റെ പ്രത്യാക്രമണം. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവുമായിരുന്നു ഇസ്രായേലിന് മേൽ ഇറാൻ വർഷിച്ചത്. ജെറുസലേമിൽ നടത്തിയ ഉഗ്രസ്ഫോടനത്തിൽ 50ഓളം സാധാരണക്കാർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയും ആക്രമണം നടത്തി. ടെല്ലവീവിലേക്ക് നിലയ്ക്കാത്ത മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയത്. തങ്ങളുടെ പ്രധാനപ്പെട്ട 6 ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക തലവനെയും കൊലപ്പെടുത്തിയ ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചിട്ടേ ഇനി പിന്മാറുകയുള്ളൂ എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി പ്രതികരിച്ചു. അതേസമയം തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം വീണ്ടും നടത്തി. എന്നാൽ ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്ര തലവന്മാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. നയതന്ത്ര പരിഹാരം വേണമെന്ന് ഖത്തർ ആവശ്യപ്പെടുമ്പോൾ സമാധാന ആഹ്വാനവുമായി UN സെക്രട്ടറി ജനറലും രംഗത്ത് വന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഇസ്രായേലിനെതിരെ ശക്തമായ പ്രത്യാക്രമണവുമായി ഇറാൻ. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഞെട്ടിവിറച്ച് ടെല്ലവീവ്. ഇനിയും ആക്രമണമുണ്ടായാൽ ടെഹ്റാൻ കത്തിയെരിയുമെന്ന ഇസ്രായേൽ പ്രധാന പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി. ഇസ്രായേലിനെ പിന്തുണയ്ക്കരുതെന്ന് രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിലെ തന്ത്രപ്രധാന നഗരമായ ടെല്ലവീവിലെ വിവിധയിടങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ടെല്ലവീവിലെ മിലിറ്ററി കേന്ദ്രത്തിന് അടുത്തുവരെ ഇറാന്റെ മിസൈൽ എത്തിയെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ ആസ്ഥാനം ഉൾപ്പെടെ ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെയും മറികടന്നാണ് തിരിച്ചടിച്ചതെന്നത് ഞെട്ടിക്കുന്നതാണ്. ഇറാന്റെ നദാൻസിലുള്ള ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് പിന്നാലെ ഇസ്രായേലിന്റെ ഏറ്റവും കനത്ത സുരക്ഷയുള്ള സൈനിക കേന്ദ്രങ്ങളിലൊന്നായ ടെല്ലവീവിലെ കിരിയ കോമ്പൗണ്ട് ലക്ഷ്യമിട്ട് വെള്ളിയാഴ്ച രാത്രി വൈകിയും ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ പെന്റഗൺ എന്നറിയപ്പെടുന്ന കിരിയയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ജനറൽ സ്റ്റാഫ്, പ്രതിരോധ മന്ത്രാലയം, നിർണായക സൈനിക കമാൻഡ്, ഇന്റലിജൻസ് യൂണിറ്റുകൾ എന്നിവയുണ്ട്. ഇവ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇനിയും ഇറാൻ ആക്രമണം നടത്തിയാൽ ടെഹ്റാൻ കത്തിയെരിയുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇസ്രായേലിനെ പിന്തുണയ്ക്കരുതെന്ന് ലോകരാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇല്ലെങ്കിൽ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാലസ്തീൻ വിഷയം ചർച്ച ചെയ്യാനായി ചേരാനിരുന്ന UN സമ്മേളനം മാറ്റിവെച്ചു. സൗദിയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ ന്യൂയോർക്കിലാണ് യോഗം ചേരാനിരുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര യാത്രക്കാർക്ക് നിർദ്ദേശങ്ങളുമായി UAE വിദേശകാര്യ മന്ത്രാലയം. വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാമെന്നും വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ മനസ്സിലാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇറാൻ, ഇസ്രായേൽ, സിറിയ, ലെബനൻ, ജോർദാൻ, ഇറാഖ് എന്നിവിടങ്ങളിലുള്ള UAE പൗരന്മാർക്കും അവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഗൾഫ് മേഖലയിലെ നിരവധി വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് UAE പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കുമുള്ള നിർദ്ദേശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചത്. വിമാനങ്ങൾ വഴിതിരിച്ചു വിടാനോ റദ്ദാക്കപ്പെടാനോ ഉള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് യാത്രകൾ ക്രമീകരിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വിമാന കമ്പനികളുമായി നിരന്തരം ബന്ധപ്പെട്ട് വിമാന സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ തേടണമെന്നും അറിയിപ്പിലുണ്ട്. ഇറാൻ, ഇസ്രായേൽ, ലെബനൻ, ജോർദാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും അവിടങ്ങളിൽ നിലവിലുള്ളവരുമായ UAE പൗരന്മാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും മന്ത്രാലയം പുറപ്പെടുവിച്ചു. UAE പൗരന്മാർക്കുള്ള ത്വാജുദി മൊബൈൽ ആപ്പിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും അടിയന്തര ഘട്ടങ്ങളിൽ UAE വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. UAE വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും ഇറാഖ്, ഇറാൻ, ജോർദാൻ, ലെബനൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാനങ്ങൾ ജൂൺ 15 വരെ റദ്ദാക്കിയിട്ടുണ്ട്. അബുദാബി, ടെൽ അവീവ്, അബുദാബി, അമ്മാൻ സർവീസുകൾ ജൂൺ 16 വരെ ഉണ്ടായിരിക്കില്ലെന്ന് ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പൂർണ്ണമായി സജ്ജീകരിച്ച 90 ഷെൽട്ടറുകൾ തയ്യാറാക്കിയതായി കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം. സിവിൽ ഡിഫൻസിന്റെ പതിവ് നിരീക്ഷണത്തിന് വിധേയമായിട്ടാകും ഇവയുടെ പ്രവർത്തനം. മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ചുകൊണ്ട് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ജലാൽ അൽ തബ്ദയുമായി കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ സുരക്ഷയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ തുടർച്ചയും ഉറപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുമായുള്ള ഏകോപനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത യോഗത്തിൽ മന്ത്രി ഊന്നിപ്പറഞ്ഞു. 12ാം ക്ലാസ്സിലെ 2ാം സെമസ്റ്റർ പരീക്ഷകൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം മാറ്റങ്ങളൊന്നുമില്ലാതെ നടക്കുമെന്നും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മന്ത്രാലയം ഉറപ്പു നൽകി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യരംഗത്ത് മുൻകരുതലുകൾക്കായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിമാരുടെ കൗൺസിൽ യോഗം ചേർന്നു. മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ മുദൈരിയും യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ നിലവാരം, സുസ്ഥിരത, അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ തുടങ്ങിയവ പുനഃപരിശോധിച്ചു. നിലവിൽ എല്ലാ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നതായും സേവനങ്ങളിൽ തടസ്സമില്ലെന്നും യോഗത്തിൽ സ്ഥിരീകരിച്ചു. ആശുപത്രികളിൽ ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ലഭ്യമാണ്. ആരോഗ്യ പ്രവർത്തകർ മുഴുവൻ ശേഷിയോടെ സേവനമനുഷ്ഠിക്കുന്നതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് അറിയിച്ചു. അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനായില്ല. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് വ്യോമയാന മന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി അറിയിച്ചു. വിമാനത്തിന്റെ ഭാഗങ്ങൾ മാറ്റിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വിമാനത്തിന്റെ ഭാഗങ്ങൾ മാറ്റി തിരച്ചിൽ തുടരുകയാണ്. കണ്ടെടുത്ത മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം തുടങ്ങി. കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി സംഘം വിപുലീകരിക്കും. Taking utmost seriousness of the incident, the Aircraft Accident Investigation Bureau, which was formed specifically to look into the accidents that happen around aircrafts, was immediately mobilized, and the GO team from the AIB, including 5 members constituting DG AIB, was also immediately rushed to the site to start the investigation process. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമായാണ് ഉന്നതതല സമിതി രൂപീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിനങ്ങൾ ദുർഘടം നിറഞ്ഞതായിരുന്നു. അപകടം നടന്ന ഉടൻ സ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനത്തിൽ ഗുജറാത്ത് സർക്കാരിന്റെ നല്ല പിന്തുണ കിട്ടിയെന്നും മന്ത്രി പറഞ്ഞു. അപകടത്തിന് ശേഷം ആദ്യമായിട്ടാണ് മന്ത്രി പ്രതികരിക്കുന്നത്. State of Gujarat, where the incident actually happened, representative from state
Disaster Response Authority, Government of Gujarat. So like you see the composition of the high-level committee. അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനായി DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം തുടരുകയാണ്. 200-ലധികം പേരുടെ സാമ്പിൾ ഇതുവരെ എടുത്തതായാണ് റിപ്പോർട്ട്. 8 പേരുടെ മൃതദേഹം വിട്ടുനൽകി. DNA പരിശോധന വേഗത്തിലാക്കാനായി ഗുജറാത്ത് സർക്കാർ 36 അംഗ ഫോറൻസിക് വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ പരിസരത്ത് നിന്ന് 21 മൃതദേഹം കണ്ടെത്തി. ഇതിൽ 9 മൃതദേഹം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരുടേതാണ്. പരിക്കേറ്റ 20 പേരിൽ 12 പേർ ആശുപത്രി വിട്ടു. ന്യൂസ് ഡെസ്ക് അമൃത TV. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ DNA പരിശോധനയ്ക്കായി സഹോദരനിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കും. DNA സാമ്പിളുകൾ നൽകിയാലും പരിശോധന പൂർത്തിയാക്കാൻ 72 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് സൂചന. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തെ തുടർന്ന് വിമാനങ്ങളിൽ സുരക്ഷാ പരിശോധന നടക്കുന്ന പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് നിർദ്ദേശവുമായി എയർ ഇന്ത്യ. യാത്രക്കാർക്ക് വേണമെങ്കിൽ ടിക്കറ്റുകൾ റദ്ദാക്കുകയോ ടിക്കറ്റ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റുകയോ ചെയ്യാം. ടിക്കറ്റ് റദ്ദാക്കിയാൽ റീഫണ്ട് ലഭിക്കുമെന്നും അധികൃതർ എക്സിലൂടെ അറിയിച്ചു. 9 ബോയിംഗ് ഡ്രീംലൈനർ വിമാനങ്ങളിലെ പരിശോധന പൂർത്തിയായി. 24 വിമാനങ്ങൾ കൂടി DGCA പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദീർഘദൂര സർവീസുകളിൽ പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കും. സർവീസിൽ എന്തെങ്കിലും കാലതാമസമുണ്ടായാൽ ഉപഭോക്താക്കളെ യഥാസമയം അറിയിക്കും. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് വെബ്സൈറ്റ് നോക്കണമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടെ കൊണ്ടു നടന്നത് കൊടും വഞ്ചകനെയെന്ന് അൻവറിന് പരോക്ഷ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയെ ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന സംഘടനയല്ല CPM എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈ നാടിൻ്റെ ബഹുജനങ്ങളുടെ മതനിരപേക്ഷതയുടെ പിന്തുണയാണ് ആവശ്യമായിട്ടുള്ളത്. ആ നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകൂ. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല LDF. പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടി പരിശോധനാ വിവാദം. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, PK ഫിറോസ് എന്നിവർ സഞ്ചരിച്ച വാഹനം വടപ്പുറത്ത് വെച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം. വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കരുളായി പഞ്ചായത്ത് സെക്രട്ടറിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മണ്ഡലത്തിന്റെ അതിർത്തിയായ വടപ്പുറത്ത് ഷാഫി പറമ്പിൽ MP-യുടെ വാഹനം പരിശോധിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡാണ് പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. വാഹനത്തിൽ ഷാഫി പറമ്പിലിനെ കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും ഉണ്ടായിരുന്നു. വാഹന പരിശോധനയിൽ അസംതൃപ്തരായ നേതാക്കൾ ഉദ്യോഗസ്ഥരോട് കയർത്തു. നീ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പെട്ടി തുറക്കാനാ പറഞ്ഞു. ജസ്റ്റ് ഓപ്പൺ ചെയ്യാനല്ല. ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ പെട്ടി എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു. ഫുള്ള് തുറന്നു. വാഹനം പരിശോധിച്ച ശേഷം അകത്തുണ്ടായിരുന്ന പെട്ടി പരിശോധിക്കാതിരുന്നതാണ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. എന്നാൽ സാധാരണഗതിയിലുള്ള പരിശോധനയാണെന്നും അസ്വാഭാവികത ഒന്നുമില്ലെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയെങ്കിലും യുവനേതാക്കൾ തൃപ്തരായില്ല. അതിനിടെ പരിശോധനയിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ തന്നെ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായുള്ള പരിശോധനയാണെന്നും പരിശോധന സംബന്ധിച്ച് നേരത്തെ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് നടന്നത്. പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും പൊതുജനം സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിലെ പെട്ടി വിവാദം മുഖ്യമന്ത്രിയുടെ അഭ്യാസമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. LDF-ന്റെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് പുറത്തുവരുന്നത്. പരാജയ ഭീതിയിൽ LDF എന്തൊക്കെയോ കാണിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. വാഹന പരിശോധന നടത്തിയിട്ട് അവർക്ക് വല്ലതും കിട്ടിയോ എന്ന് എനിക്കറിയില്ല. അവർക്ക് വല്ലതും കിട്ടുമെന്ന് കരുതി മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രചരണം നടത്തുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പോൾ ആ പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു അഭ്യാസമാണ് UDF-ൻ്റെ MP-മാരും MLA-മാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരിശോധന നടത്തി അതിലൂടെ
വല്ല പണവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. ഇന്നലെ ഞാൻ മനസ്സിലാക്കിയത് ഷാഫി പറമ്പിൽ സഞ്ചരിച്ചിരുന്ന വണ്ടി തടഞ്ഞു നിർത്തി അതിൻ്റെ പരിശോധന നടത്തി. എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. ഏതായാലും കേരളത്തിൽ അതിതീവ്ര മഴ തുടരും. ഇന്നും നാളെയും 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. ഒരു ദിവസം 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാളെ മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ വലിയ കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത്. ശക്തമായ കാറ്റിനും മഴയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UAE-യിൽ കനത്ത ചൂട് തുടരുന്നു. അലൈനിലെ സ്വൈഹാനിൽ 49.1 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് പലയിടങ്ങളിലും 45 മുതൽ 48 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെട്ടു. വരും ദിവസങ്ങളിൽ ചൂട് തുടരുമെന്നും രാത്രിയിൽ അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കുമെന്നും തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പുലർച്ചെ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാഴ്ചപരിധി കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഉയർന്ന ചൂടുള്ള കാലാവസ്ഥയിൽ തുറസായ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള ഉച്ചവിശ്രമ നിയമം UAE-യിൽ നാളെ പ്രാബല്യത്തിൽ വരും. ഇതുപ്രകാരം സെപ്റ്റംബർ 15 വരെ ഉച്ചയ്ക്ക് ശേഷം 12:30 മുതൽ 3 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമം അനുവദിക്കണം. UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കടുത്ത ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുക, അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് UAE ഉച്ചവിശ്രമ നിയമം നടപ്പാക്കുന്നത്. തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങളും കുടിവെള്ളവും ഫാൻ, AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും കമ്പനികൾ സജ്ജമാക്കണം. നിയമം ലംഘിച്ചാൽ സ്ഥാപനങ്ങൾക്ക് 5000 മുതൽ 50,000 ദിർഹം വരെ പിഴ ചുമത്തും. സൗദിയുടെ വിവിധ ഭാഗങ്ങൾ വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 2400-ലേറെ പേരെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ അതിർത്തി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. നുഴഞ്ഞുകയറ്റക്കാരായ 1518 എത്യോപ്യക്കാരും 842 യമനികളും 7 സുഡാനികളും 6 എരിത്രിയക്കാരും 3 സൊമാലിയക്കാരും 2 പാകിസ്ഥാനികളും 33 സൗദി പൗരന്മാരുമാണ് അറസ്റ്റിലായത്. ഇവരുടെ പക്കൽ നിന്ന് 47 ലക്ഷത്തിലേറെ ലഹരി ഗുളികകളും 4 ടൺ ഹഷീഷും 180 ടൺ ഖാത്തും സൈന്യം പിടികൂടി. ലോക രക്തദാതാക്കളുടെ ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഫോറം ഓഫ് ഇന്ത്യൻ ഡോക്ടർമാരുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡോക്ടർമാരുടെ ഫോറത്തിലെ മുതിർന്ന അംഗങ്ങൾക്കൊപ്പം കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ആദർശ് സ്വൈഗ, കുവൈറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഡോക്ടർ റീം അൽ റദ്വാൻ, ഡോക്ടർ ഹനാൻ അൽ അവദി എന്നിവരുടെ സാന്നിധ്യത്തിൽ കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവദി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ രക്തദാന പാരമ്പര്യം അടിവരയിടുന്ന ഈ രക്തദാന യജ്ഞത്തിൽ ധാരാളം ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളും മറ്റ് പ്രവാസി കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ളവരും പങ്കെടുത്തു. സൗദിയിലെ ദമാമിൽ തൃശൂർ OICC സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കോൺഗ്രസ് നേതാവും MP-യുമായ ബെന്നി ബെഹനാന് പരിപാടിയിൽ പങ്കെടുക്കാനായില്ല. യാത്രയ്ക്ക് ആവശ്യമായ വിസ നടപടിക്രമങ്ങൾ പാലിക്കാത്തതാണ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതിരുന്നത്. ഇന്നലെയാണ് സംഭവം. ദമാം രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ ബെന്നി ബെഹനാൻ ദമാം തൃശൂർ ജില്ലാ OICC പരിപാടിയിൽ പങ്കെടുക്കാനാണ് എത്തിയിരുന്നത്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉടമയായ ബെന്നി ബെഹനാൻ സൗദിയിൽ വരുന്നത് സംബന്ധിച്ച് സൗദി അധികൃതരെ കൃത്യമായി അറിയിച്ചിരുന്നില്ല. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉടമകൾ അവരുടെ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ അറിയിക്കണമെന്നാണ് ചട്ടം. ഇതാണ് പുറത്തിറങ്ങാൻ തടസ്സമായതെന്നാണ് വിവരം. മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഇത് വ്യക്തമായത്. വനത്തിൽ വെച്ച് കാട്ടാന ആക്രമിച്ചുവെന്നാണ് ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണ്.
പീരുമേട്ടിൽ വനത്തിനുള്ളിൽ മരിച്ച സീതയുടെ പോസ്റ്റ്മോർട്ടത്തിൽ വന്യമൃഗ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ല. സീതയുടെ തല പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചുവെന്ന് വ്യക്തമായി. വലതുഭാഗവും ഇടതുഭാഗവും മരത്തിൽ ഇടിപ്പിച്ചതാകാനാണ് സാധ്യത. തലയ്ക്ക് പിന്നിൽ വീണതിൻ്റെയും മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തം നടന്നതിൻ്റെയും പാടുകളുണ്ട്. ശക്തിയായി പാറയിലേക്ക് മലർന്നു വീണതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി. ഇടതുവശത്തെ 7 വാരിയെല്ലുകളും വലതുവശത്തെ 6 വാരിയെല്ലുകളും പൊട്ടിയിട്ടുണ്ട്. 3 എണ്ണം ശ്വാസകോശത്തിൽ കയറി. നാഭിക്ക് തൊഴിയേറ്റിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വെള്ളിയാഴ്ച വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ സീതയെയും തന്നെയും കാട്ടാന ആക്രമിച്ചുവെന്നായിരുന്നു ബിനു പോലീസിനോട് പറഞ്ഞത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ ബിനുവിന്റെ മൊഴിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയിരുന്നു. വനം വകുപ്പിന് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഈ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളൊന്നും തന്നെ സാധാരണ നിലയിൽ കാട്ടാനാക്രമണത്തിൽ കാണപ്പെടുന്ന മുറിവുകളുമായിട്ട് യാതൊരു സാമ്യവുമില്ലായിരുന്നു. മാത്രമല്ല മാരകമായ മുറിവുകളൊന്നും പുറമേ കാണുവാനുമില്ലായിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ മാത്രമല്ല ഈ സീതയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ശ്രീ ബിനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വിവരം വനംവകുപ്പിനെ വിളിച്ച് അറിയിക്കുന്നതും അതിനെ തുടർന്ന് നമ്മുടെ വനംവകുപ്പ് ജീവനക്കാരാണ് സ്ഥലത്തെത്തി ഇവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ കുറച്ച് ദൂരം നടന്നാണ് വന്നതെന്നാണ് ശ്രീ ബിനുവിൻ്റെ മൊഴിയിൽ ആദ്യം പറഞ്ഞത്. പിന്നീട് വീഴാറായപ്പോൾ എടുത്തുകൊണ്ട് വന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ജീപ്പിൽ കയറ്റി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ ഇവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ആനയുടെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മുറിവുകളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല തന്നെയും ആന ആക്രമിച്ചു എന്ന് ശ്രീ ബിനു പറഞ്ഞു. ആന ആക്രമിച്ചെന്നല്ല, തന്നെ ആന എടുത്ത് എറിഞ്ഞിരുന്നു. അതായത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ ആന എടുത്ത് എറിഞ്ഞിരുന്നു എന്ന് ബിനു പറഞ്ഞിരുന്നു. കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചുവെന്ന വിവരം അറിഞ്ഞതോടെ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പീരുമേട് വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. സീതയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വനം വകുപ്പും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറാൻ ഒരുങ്ങുന്നതിനിടെയാണ് സംഭവം കൊലപാതകമാണെന്ന വിവരം പുറത്തുവന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. അനസ്തേഷ്യക്കിടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മരണപ്പെട്ട സിനീഷിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സബ് കളക്ടറും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായത്. അനാസ്ഥ വരുത്തിയവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് ബന്ധുക്കൾക്ക് സബ് കളക്ടർ ഉറപ്പ് നൽകി. ഹെർണിയയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിനീഷിനെ അനസ്തേഷ്യ നൽകിയപ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. തുടർന്ന് ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ നൽകിയെങ്കിലും അധികം വൈകാതെ നില ഗുരുതരമാവുകയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ആശുപത്രിയിൽ വെച്ച് വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്തു. അനസ്തേഷ്യയിലുണ്ടായ പാകപ്പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടന്നത്. ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ. DMO വന്ന ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല. ഉറപ്പുകൾ എഴുതി നൽകണമെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. എനിക്ക് കൃത്യമായ ഒരു തീരുമാനം കിട്ടാതെ അവന്റെ ബോഡി ഞാൻ കൈപ്പറ്റില്ല. മാറ്റി നിർത്താൻ പറയുന്നത് ഞാൻ ഇന്റർവ്യൂവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടിക്കാരാണ്. അവര് തെളിവുകളൊന്നും ക്യാമ്പർ ചെയ്യാതെ അവരെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി പാർട്ടിക്കാരെടുത്ത് പറയും കേട്ടോ. ഇവിടുത്തെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടുന്ന ഏർപ്പാട് എടുത്ത് പറഞ്ഞ ഏർപ്പാടാക്കാം. തുടർന്ന് സബ് കളക്ടർ അഖിൽ മേനോനെത്തി കുടുംബവുമായി ചർച്ച നടത്തി. ചികിത്സയിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ വകുപ്പുതല നടപടികൾ ഇന്നു തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത്. ഫാമിലിയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് നമുക്ക് ഇന്ന് തന്നെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു ഡിമാൻഡ് നമ്മൾ പൂർണ്ണമായിട്ടും അഡ്ഹിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തീരുമാനം DMOന്റെ തലത്തിലുണ്ടായിട്ടുണ്ട്. കളക്ടറുടെ ഉറപ്പിന്മേൽ വിശ്വാസമുണ്ടെന്നും മൃതദേഹം സ്വീകരിക്കുകയാണെന്നും ബന്ധുക്കൾ അറിയിച്ചു. തീരുമാനം അംഗീകരിക്കുകയാണ്. കളക്ടറെ നമുക്ക് വിശ്വസിക്കുകയാണ്. ഉള്ള വാക്കുകൾ വിശ്വസിക്കണം. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. അമൃത ന്യൂസ്, തൃശൂർ. ലോക രക്തദാന ദിനത്തിൽ സന്നദ്ധ സംഘടനകളെയും വ്യക്തികളെയും ആദരിച്ച് കൊച്ചി അമൃത ആശുപത്രി. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബ്ലഡ് മൊബൈൽ ബസ് കൊച്ചി സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിബി ടോം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരേ സമയം 5 പേർക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുന്ന സൗകര്യങ്ങളാണ് മൊബൈൽ ബസ്സിലുള്ളത്.
തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടയിലും രക്തദാനം എന്ന മഹനീയ കർമ്മത്തിൽ പങ്കെടുക്കുന്ന 140ഓളം സന്നദ്ധ സംഘടനകളെയും രക്തദാതാക്കളെയുമാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന രക്തദാന ദിനാചരണത്തിൽ ആദരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടുകൂടിയ ബ്ലഡ് മൊബൈൽ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നടന്നു. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന വാഹന പൂജയ്ക്ക് ശേഷം കൊച്ചി സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിബി ടോം ബ്ലഡ് മൊബൈൽ ബസ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 80 ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിച്ച ബസ്സിൽ ഒരേ സമയം 5 പേർക്ക് ഒരുമിച്ച് രക്തദാനം നടത്താനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മെഡിക്കൽ യൂണിറ്റായും ഇത് പ്രവർത്തിക്കും. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318സിയും സംയുക്തമായാണ് ബ്ലഡ് മൊബൈൽ ബസ് അമൃത ആശുപത്രിക്ക് സംഭാവന ചെയ്തത്. റോഡ് അപകടങ്ങളിൽ രക്തം മാറുന്നതാണ് കൂടുതലും ആളുകൾ മരണപ്പെടാറുള്ളതെന്നും അതിനാൽ രക്തദാനത്തിന് ജനങ്ങൾ സന്നദ്ധരാകണമെന്നും എൻഫോഴ്സ്മെന്റ് RTO മനോജ് കെ പറഞ്ഞു. രക്തം വാർന്ന് ആണ് കൂടുതൽ ആൾക്കാർക്കും അപകട മരണം സംഭവിക്കുന്നത്. പൊതുജനങ്ങളെല്ലാവരും രക്തദാനം എന്ന ഒരു മഹാസംരംഭത്തിലേക്ക് വീണ്ടും കാൽവയ്ക്കണമെന്നും തുടർന്നുള്ള ദിനങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഇതിന് സന്നദ്ധരാകണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. രക്തദാന ദിനാചരണം അമൃത ആശുപത്രി ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി അമൃത ആശുപത്രി ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് കുമാർ രക്തദാന ദിന സന്ദേശം നൽകി. രക്തം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതിനാൽ എല്ലാവരും രക്തദാനം ചെയ്യാൻ തയ്യാറാകണമെന്ന് അമൃത ആശുപത്രി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ബീന KV പറഞ്ഞു. ബ്ലഡ് ഒരിക്കലും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റേതായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയിട്ട് രക്തദാനത്തിനായിട്ട് മുമ്പോട്ട് വരിക എന്നുള്ള ഉദ്ദേശമാണ്. ഈ ബസ്സിൽ ഒരേ സമയം 5 പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാനുള്ള സംവിധാനമാണ്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി, സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയേഷ്, എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO മനോജ് കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് കന്നി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം. ലോർഡ്സിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ 5 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഓസീസിനെ വീഴ്ത്തിയത്. പേസ് ബൗളർമാരുടെ തകർപ്പൻ പ്രകടനത്തിനൊപ്പം സെഞ്ചുറിയുമായി കരുത്തുകാട്ടിയ ഓപ്പണർ എയ്ഡൻ മാർക്രം, ഉറച്ച പിന്തുണ നൽകിയ ക്യാപ്റ്റൻ ഡെംബ ബാവുവ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ദക്ഷിണാഫ്രിക്കൻ വിജയത്തിന്റെ നട്ടെല്ല്. മാർക്രം 136 റൺസും ക്യാപ്റ്റൻ ടെംബ ബാവുമ 66 റൺസെടുത്തും പുറത്തായി. ഇവരുടെ വീരോചിത ഇന്നിംഗ്സുകളാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത്. 288 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ വെച്ചത്. വിജയപ്രതീക്ഷയോടെ മൂന്നാം ദിനം 2-ന് 213 റൺസ് എന്ന നിലയിൽ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 9 റൺസ് എടുക്കുന്നതിനിടെ മാർക്രത്തിനൊപ്പം ഓപ്പണിംഗിനിറങ്ങിയ റയാനെയും നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് 70 റൺസിൽ രണ്ടാം വിക്കറ്റ് നഷ്ടമായി. അതേസമയം മാർക്രത്തിനൊപ്പം ക്യാപ്റ്റൻ ടെംബ ബാവുമയും എത്തിയതോടെ ഓസീസിന്റെ ബൗളിംഗ് നിര വിയർത്തു. 4-ാം ദിനം ഇരുവരുടെയും വിക്കറ്റുകൾ നഷ്ടമായപ്പോഴേക്കും ദക്ഷിണാഫ്രിക്ക വിജയത്തിനരികിലെത്തിയിരുന്നു. 5 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഓസീസിനെ വീഴ്ത്തിയത്. 1/4 നൂറ്റാണ്ടിലധികമായി കാര്യമായ കിരീട നേട്ടങ്ങളൊന്നുമില്ലാതിരുന്ന ദക്ഷിണാഫ്രിക്കയുടെ രാജകീയ തിരിച്ചുവരവാണ് ഈ കിരീടം. ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 2 മത്സരങ്ങളിൽ 8 ജയിച്ച് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനക്കാരായാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ എത്തിയത്. 19 മത്സരങ്ങളിൽ 13 ജയിച്ചാണ് ഓസീസ് 2-ാം സ്ഥാനക്കാരായി ഫൈനലിൽ കടന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.